ഹായ് ഗൈസ്. സോ നമ്മുടെ ആപ്ലിക്കേഷനിൽ അത്യാവശ്യം നല്ല പ്രോഗ്രസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ലിറിക്കിനും ഇവിടെ നമ്മൾ എഴുതിയ ഓരോ ലിറിക്കിനും നമ്മളൊരു ലൈക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ യൂസറിന് കൊടുക്കണം. അപ്പോൾ യൂസറിന് ആ ലിറിക്കിന് ലൈക്ക് നല്ല ലിറിക്കാണെങ്കിൽ, നല്ല വരിയാണെങ്കിൽ, പെർട്ടിക്കുലർ വരി നല്ലതാണെങ്കിൽ ഓരോ ലിറിക്കിനും നമുക്കൊരു ലൈക്ക് കൊടുക്കാനായിട്ട് ഒരു തംസപ്പ് ഐക്കൺ നമുക്ക് തംസപ്പിൻ്റെ ഒരു ബട്ടണോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാം ആക്ച്വലി. ഓക്കെ, സോ മുമ്പ് നമ്മൾ നോക്കിയിരിക്കാം, മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ പേജ്. സോ ഓൾറെഡി നമ്മൾ സോങ് ഇൻഡെക്സ് പേജ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഇനി സോങ് ഡീറ്റെയിൽ പേജിൽ നമ്മൾ ലിറിക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാക്കി. പിന്നെ ആ ലിറിക്ക് കാണിക്കുന്ന ലിസ്റ്റ്, പെർട്ടിക്കുലർ സോങ്ങിൻ്റെ ലിറിക്ക് കാണിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെന്ന് വെച്ചാൽ ഓരോ ലിറിക്കിനും മുന്നിൽ നമ്മൾ ഈ ഒരു തംസപ്പ് ഐക്കണില്ലേ, ലൈക്ക് ഐക്കൺ, സോ അത് നമ്മൾ കാണിക്കണം. ഓക്കെ, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇനി ബാക്കെൻഡിലൊരു ഡാറ്റ മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കാം, നമുക്കിത് ലൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഡാറ്റ അയക്കണം. ഡാറ്റ മാറ്റാൻ നമ്മൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ മ്യൂട്ടേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മൾ ഈ ഓപ്ഷനും നമ്മൾ മ്യൂട്ടേഷൻ ആണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഐക്കൺ ലിറിക്കിന് മുന്നിൽ പ്ലേസ് ചെയ്യണം, ഈ ഒരു ഐക്കൺ. അതിനുശേഷം അതിനൊരു ഇവൻറ്റ് ഹാൻഡിൽ ഓൺ ക്ലിക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഗ്രാഫിക്കൽ തുറന്ന് മ്യൂട്ടേഷൻ എഴുതേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഗ്രാഫിക്കൽ ടൂളിൽ നമ്മൾ മുമ്പ് എഴുതിയ പോലെ അത് തുറന്ന് മ്യൂട്ടേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ അതിന് മുമ്പ് ഞാനിവിടെ നമുക്കിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കി ചെക്ക് ചെയ്യാം, ഐക്കൺ ആഡ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഞാൻ നമ്മുടെ കമ്പോണൻറ്റ് ഓപ്പൺ ചെയ്യാം, ലിറിക് ലിസ്റ്റ് കമ്പോണൻറ്റ്. സോ ഇവിടെ നമ്മൾ ലിറിക്കിൻ്റെ കണ്ടൻറ്റ് മാത്രമേ ഇപ്പോൾ കറൻറ്റ്ലി ചെയ്യുന്നുള്ളൂ. സോ അതിന് മുമ്പ് നമ്മൾ വെച്ചാൽ ആ കണ്ടൻറ്റിന് ശേഷം നമ്മളൊരു ഓപ്ഷനും കൂടിയും കൊടുക്കണം ലിറിക്ക് ആഡ് ചെയ്യാനായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഐക്കൺ ടാഗ് ആഡ് ചെയ്യാം. ഓക്കെ, ഐക്കൺ ടാഗിൽ ഞാനിവിടെ _up എഴുതാം. എന്നിട്ട് ഐക്കണിൽ നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കണം. ക്ലാസ് നെയിമിൻ്റെ പേര് മെറ്റീരിയൽ ഐക്കൺസ്, കാരണം മെറ്റീരിയലിൻ്റെ ക്ലാസ് ഞാൻ കൊടുക്കണം, മെറ്റീരിയൽ ഐക്കൺസ് പറഞ്ഞിട്ട്. സോ മെറ്റീരിയൽ ഐക്കൺസ് ലൈബ്രറിയിൽ നിന്നാണ് ഈ തംസപ്പ് നമ്മൾ എഴുതിയിരുന്ന തമ്പപ്പ് എടുക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ ചുമ്മാ കൊടുത്തല്ല, ഇതൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് അത് എക്സാക്ട് പേരിനെ കൊടുത്തത് തമ്പപ്പ് എന്ന് പറഞ്ഞിട്ട്. സോ ഓക്കെ, ഇനി നമ്മൾ എന്താ വെച്ചാൽ ഒരു ഇവൻറ്റ് ഹാൻഡ്ലർ നമുക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഇവൻറ്റ് ഹാൻഡ്ലറിന് ഒരു ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ എഴുതാം. അത് ഐക്കണിന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലാണല്ലോ അത് കോൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുന്നത്, ഐക്കണിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുന്നത് ഓൺ ക്ലിക്ക്. ഓക്കെ, ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഞാനത് ആരോ ഫംഗ്ഷൻ ആക്കുകയാണ് ഈ പ്രാവശ്യം എഴുതുന്നത്. ദിസ് ഡോട്ട് ഞാൻ ഓൺ ലൈക്ക് തന്നെ കൊടുക്കാം, ഓർ ലൈക്ക് FN, ഫംഗ്ഷൻ ലൈക്ക് FN എന്ന് പറഞ്ഞ എഴുതി നമ്മൾ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്നത് ID ആണ്. ഓക്കെ, തൽക്കാലം ഞാനിവിടെ ID തന്നെ കൊടുക്കാം. ഇവിടെ നമുക്ക് ID കിട്ടുന്നത് കറസ്പോണ്ടിങ് ലിറിക്കിൻ്റെ ID ആണ് ഞാനിവിടെ പാസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ലിറിക്ക്. സോ അതിന് മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞു ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ പാസ് ചെയ്യേണ്ട സമയത്ത് IDയും എടുക്കേണ്ടതുണ്ട്. അതായത് ലൈക്ക് ഏത് ലിറിക്കാണോ ലൈക്ക് ചെയ്യുന്നത് അതിൻ്റെ ID ആണ് ഫംഗ്ഷനിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ ID പാസ് ചെയ്യുന്നത്. ഇനി ഓൺ ലൈക്ക് ഫംഗ്ഷൻ ഈ ലൈക്ക് FN നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ തൽക്കാലം console.log ഓഫ് ID എന്ന് മാത്രം കൊടുക്കാം. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ എഴുതി ലൈക്ക് FN എന്ന് പറഞ്ഞിട്ട് അത് ID പാസ് ചെയ്യുന്നുണ്ട് ആ ലിറിക്കിൻ്റെ, അതുകൊണ്ട് അത് ഇതിലേക്ക് വരുന്നു.
എന്നിട്ട് ഇതൊക്കെ നമ്മൾ കൺസോളിലേക്ക് പ്രിൻറ്റ് ചെയ്യുന്നു. ഈ ഐ ഡി വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൺസോളിലേക്ക് കൊണ്ടിരിക്കുന്നു. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൺസോളിൽ ലിറിക് ഐ ഡി വരുന്നതായിട്ട് കാണണം. അങ്ങനെ നമ്മുടെ ഇവൻറ്റ് ബൈൻഡിങ് ഒക്കെ ശരിയായിട്ട് വർക്ക് ആവുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് സേവ് ചെയ്തു. നമ്മളൊന്ന് കമ്പൈൽ സക്സസ്ഫുള്ളിയാണ്. ഇനി ഇവിടെ വന്നിട്ട് ഞാൻ റീലോഡ് ചെയ്യാം. ഐക്കൺ വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യാനുള്ളത്. ഇൻസ്പെക്റ്റ് ഓപ്പൺ ചെയ്യാം. കൺസോളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വരികളുടെ ഐ ഡി നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് ഐക്കണാണ് ക്ലിക്ക് ചെയ്യുന്നത് ആ വരിയുടെ കറസ്പോണ്ടിങ് ഐ ഡി കിട്ടുന്നുണ്ട്. സോ ഇതുവരെ നമ്മൾ ഈ ഓയിൽ ഐക്കൺ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐ ഡി നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ ടൂളിൽ പോയിട്ട് അതിൻ്റെ മ്യൂട്ടേഷൻ എഴുതണം. ഓക്കെ, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്, ബൈ.